ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫുള്ളൊരു വീക്കെൻഡ് ആയിരുന്നു. ഇത് മോളുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോകാമെന്ന് കരുതി. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ താറാവ് കറി ആയിരുന്നു വെച്ച്, താറാവ് കറിയും അപ്പവും ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായിരുന്നത്. ഈ സമയം കൊണ്ട് ഞാൻ റിട്ടേൺ ഗിഫ്റ്റിനുള്ള സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് മഫിൻസ് ആയിരുന്നു ആദ്യം തന്നെ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മഫിനൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അത് ഓണിൽ വെച്ചതിന് ശേഷം കുറച്ച് ബലൂൺസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബാനറൊക്കെ കെട്ടി. ഇനി നമ്മൾ ഇന്ന് പോകുമ്പം കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് കാഫേ ഉണ്ട്, പക്ഷേ ചില സമയത്ത് നമുക്ക് അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്ന് കരുതി കുറച്ച് ലെമൺ റൈസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ലെമൺ റൈസും കൂടി പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ മിക്കവാറും നമ്മൾ പോകുമ്പം പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി KFC ഒക്കെയാണ് കഴിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് കൂടുതലും കോൾഡ് സാൻഡ്വിച്ചസ് ആണ് അവൈലബിൾ ആയിട്ട് കിട്ടാറ്. ഞങ്ങൾക്ക് ആർക്കും പൊതുവേ കോൾഡ് സാൻഡ്വിച്ചസ് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കയ്യിൽ കരുതും. ഇൻ കേസ് നമ്മുടെ ഹോട്ടലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റോ ഒക്കെ കുറച്ച് ദൂരെയാണെങ്കിൽ കുട്ടികളൊക്കെ വിശന്ന് പോകാതിരിക്കാൻ വേണ്ടി. ലെമൺ റൈസ് എല്ലാം നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഞാൻ കുറച്ച് ബണ്ണും കുറച്ച് ചിക്കൻ പാറ്റീസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്രിസ്പി ചിക്കൻ പാറ്റീസാണ് ഉണ്ടാക്കിയത്. അതും കൂടി നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുക്കീസും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രിപ്പിന് പോയത്. അങ്ങനെ നമ്മൾ പ്രെയറൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പാക്ക് വെച്ച സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 11 മണിക്കാണ് പാർക്ക് ഓപ്പൺ ആകുന്നത്. അപ്പോഴത്തേക്ക് അവിടെ എത്തണം. നമ്മളൊരു 10:30 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാലാവസ്ഥ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. മഴ രാവിലെ ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെയിലുള്ളൊരു ദിവസം അല്ലായിരുന്നു. ഇതൊരു നല്ല വലിയ പാർക്കായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നടക്കാനും എക്സസൈസ് ചെയ്യാനും പിന്നെ കുട്ടികളുടെ ഫ്രീ പ്ലേ ഏരിയയും പിന്നെ അത്യാവശ്യം റൈഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. ഇത് അവരുടെ ഫ്രീ പ്ലേ ഏരിയ ആണ്. ഇവിടെ കുറച്ച് സ്ലൈഡും അങ്ങനത്തെ സീസോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പെയ്ഡ് റൈഡുകളൊക്കെ. നമ്മൾ അവിടെയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ റൈഡുകളിലും കുട്ടികൾക്കും അഡൾട്ടിനും കയറാൻ പറ്റുന്നതായിരുന്നു. ഈ ഒരു ട്രെയിന് എനിക്ക് തോന്നുന്നില്ല അഡൾട്ടിന് കയറാൻ പറ്റുന്നത്, അത്യാവശ്യം ചെറുതായിരുന്നു. ബാക്കിയെല്ലാം നമുക്കും കയറാമായിരുന്നു. പിന്നെ ഇവർ ഹൈറ്റ് വെച്ച് നോക്കിയിട്ടാണ് കുട്ടികളെ എല്ലാം കയറ്റുന്നത്. എനിക്ക് തോന്നുന്നു 3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ എല്ലാ റൈഡുകളിലും കയറാൻ പറ്റുമെന്ന്. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കാർഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ കാർഡിനകത്ത് നമ്മൾ 24 പൗണ്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും മിനിമം പേയ്മെൻറ്റ്. അത് കഴിഞ്ഞ് ഈ ഓരോ റൈഡിനും ഓരോ ടോക്കൺ ചാർജ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കാർഡ് കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ടോക്കൺ ആഡ് ചെയ്യും. മോളാണെങ്കിൽ ആദ്യമായിട്ട് കയറിയപ്പോൾ ഒന്ന് പേടിച്ചായിരുന്നു ഇളയാൾ. മൂത്ത ആൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾക്ക് അത്യാവശ്യം എല്ലാ റൈഡുകളും തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇളയാൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അവൾക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ യൂസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം റൈഡുകളിലൊക്കെ കയറാനായിട്ട് തുടങ്ങി.
ഇവിടെ ഒരു വാട്ടർ പാർക്ക് ഏരിയയും കൂടെ ഉണ്ട്, പക്ഷെ അത് അണ്ടർ മെയിൻ്റനൻസ് ആയിരുന്നു, അപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഈ ഒരു ബോട്ട് സെക്ഷനിലൊക്കെ പോകാമായിരുന്നു, പക്ഷേ വാട്ടർ പാർക്കിൽ അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുമായിരുന്നു. മേ ബി അതും കൂടെ കഴിയുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോഴും അത്യാവശ്യം റൈഡുകളൊക്കെ, ഒട്ടുമിക്ക റൈഡുകളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല മെയിൻ റൈഡിൻ്റെ ഒന്നും. പിന്നെ ഞങ്ങൾ മാത്രം കയറിയ റൈഡിൻ്റെയൊക്കെയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. പക്ഷേ ആകെ മൊത്തം നല്ലൊരു പാർക്കാണ്. ഒരുപാട് ദൂരമില്ല നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് റൈഡുകളൊക്കെ നല്ല പേടിയൊക്കെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ റൈഡുകളൊക്കെ കയറാൻ ശ്രമിക്കും. എന്നാലും ഞാൻ ഒരുപാട് ഹൈറ്റുള്ള റൈഡൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഈ ആകാശഊഞ്ഞാലിൻ്റെയൊക്കെ ഇവിടുത്തെ വേർഷൻസ് നല്ല പെതുക്കെ പോകുന്നതാണ്, പക്ഷെ ഞാൻ ഒരിക്കലും അതിലൊന്നും കയറിയിട്ടില്ല. എനിക്ക് ഹൈറ്റ് നല്ല പേടിയായതുകൊണ്ട്. ഈ ഒരു റോളർ കോസ്റ്ററൊക്കെ ഞാൻ നല്ല ടെൻഷൻ അടിച്ചാണ് കയറിയത്. ആദ്യം ചിരിച്ചെങ്കിലും പിന്നെ ഒരുപാട് റൗണ്ടൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അത്യാവശ്യം മാനേജ് ചെയ്തു. ഈ പാർക്കിൽ തന്നെ ഒരു മ്യൂസിയം കൂടി ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ പാർക്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാനൊക്കെ പാടാണെങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയ ട്രെയിൻ ഫെസിലിറ്റി ഉണ്ട്. ഒരാൾക്ക് 2 പൗണ്ടാണ്. നമുക്ക് അവരവിടെ കൊണ്ടുവിടുകയും ചെയ്യും, തിരിച്ച് നമുക്ക് കയറി വരികയും ചെയ്യാം. ട്രെയിനിൻ്റെ ടൈമിംഗ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് ഇന്ന് തണുപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ ട്രെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെയുള്ള ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നടന്നു പോകാനൊക്കെയാണ്. ഒരുപാട് പേര് ഇവിടെ ഡോഗ് വാക്കിനും പിന്നെ സൈക്കിളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു തണുപ്പ് ക്ലൈമറ്റിൽ ചില സമയത്ത് ഒരുപാട് നടക്കുമ്പോൾ ഭയങ്കര ടയറിങ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ ഒരു ട്രെയിൻ നല്ലതായിട്ട് തോന്നി. പിന്നെ ചില സമയത്ത് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം നമ്മൾ അവരെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. ഇതാകുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫെസിലിറ്റി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാം കാണാനും പറ്റും. ഒരുപാട് സ്പീഡിലല്ല ഇത് പോകുന്നത്. സോ അത്യാവശ്യം നമുക്ക് സൈഡിലുള്ള സീനറീസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ മെമ്മോറിയലൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ 2 സൈഡിലും ഓരോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആരുടെ മെമ്മോറിയലാണെന്നൊക്കെ. പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ മ്യൂസിയം പോയി കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ ഇതേ ട്രെയിനിൽ തന്നെയാണ് വന്നത്.
പിന്നെ ഇവിടെ ഒരു ജിം ഫെസിലിറ്റി ഉണ്ട്, അതായത് ഔട്ട്ഡോർ ജിം. അത്യാവശ്യം കുറച്ച് എക്യുപ്മെൻറ്റ്സുകൾ, സൈക്കിൾ, എല്ലാം മാനുവൽ എക്യുപ്മെൻറ്റ്സ് ആണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യേണ്ടവർക്ക് അവിടെ പോയിരുന്ന് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഒട്ടുമിക്ക പാർക്കുകളിലും ഇങ്ങനെ എക്സസൈസ് ഫെസിലിറ്റീസ് കാണും. ചില ആൾക്കാർ ജോഗിങ് ഒക്കെ പോകുന്നവർ അവിടെ പോയിരുന്ന് ചെയ്യുന്നതും കാണാറുണ്ട്. നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി. നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കഴിക്കാനുള്ള സാധനങ്ങളും പ്ലേറ്റും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ കാറിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നീട് മഴയായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എങ്ങും പോയില്ല, വീട്ടിലെത്തുകയാണ് ചെയ്തത്. പിന്നെ ഇന്ന് ഈവനിങ് ഒരു കിഡ്സ് പാർട്ടി ഉണ്ട്. എൻ്റെ ചെടികളൊക്കെ നല്ലതായിട്ട് പൂത്ത് നിൽക്കുന്നതിന് എനിക്ക് നല്ലതായിട്ട് സന്തോഷം തോന്നും. എല്ലാം ഞാൻ ഈ വർഷം നട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ജമന്തി ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസം വരെ ഉണ്ടായിരുന്നു പൂക്കൾ. അതുകൊണ്ട് തന്നെ ഇതും നല്ലതായിട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് ഞാൻ റിട്ടേൺ ഗിഫ്റ്റിലേക്കുള്ള ബാക്കി കുക്കീസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഫിൻസിനകത്ത് ഒന്ന് താങ്ക് യു സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് ഞാനിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങുന്നതാണ്. നമുക്കിഷ്ടമുള്ള കളറിൽ അവർ ചെയ്തു തരും. എന്നിട്ട് അതിന് ലിഡ് വെച്ചതിന് ശേഷം ഇങ്ങനെ താങ്ക് യുവിൻ്റെ സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് ഓവൻ സേഫ് ആണ്, അതുപോലെ എയർ ഫ്രയർ സേഫ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ മഫിൻ ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ലിഡ് വെച്ച് താങ്ക് യു സ്റ്റിക്കറൊക്കെ വെച്ച് ഇത് പാക്ക് ചെയ്യുമായിരുന്നു ചെയ്തത്. ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് കുക്കീസും കൂടിയാണ് ഉണ്ടാക്കിയത്. എല്ലാം ഇന്നൊരു ഫ്ലവറിൻ്റെ തീമിലായിരുന്നുകൊണ്ട് ഞാൻ ഈ കുക്കീസും ഒരു ഫ്ലവർ ഷേപ്പിലാണ് ചെയ്തെടുത്തത്. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവറാണ് പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടം, അതുകൊണ്ട് ആ ഒരു ഫ്ലേവർ ചൂസ് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ കുക്കീസും കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കുക്കീസും കൂടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിപാടികൾ ഏകദേശം തീരും. കുക്കീസ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് എടുത്തത്. പിന്നെ ചൂടോടുകൂടി നമ്മളിത് എടുക്കരുതേ ഉള്ളൂ. ഇത് തണുത്ത് കിട്ടാൻ ഒരു 5 മിനിറ്റേ വേണ്ടി വരുള്ളൂ, അതുകൊണ്ട് അതും പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ കുക്കീസ് വെച്ചതിന് ശേഷം നൂഡിൽസ് കുക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ മെയിൻ ഡിഷായിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നൂഡിൽസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നൂഡിൽസും കുക്ക് ചെയ്തു. പിന്നീട് മറ്റേ അടുപ്പിൽ ഞാൻ ചിക്കൻ നഗറ്റ്സും കൂടി വറുത്ത് കോരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചു. നമ്മുടെ കുക്കീസൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഓരോ റിട്ടേൺ ഗിഫ്റ്റും ബാഗിലാക്കി വെക്കാൻ തുടങ്ങി. ഇത് ചെയ്യാറായപ്പോഴത്തേക്ക് മോളും കൂടി വന്നു. അവൾക്കും പാക്കിങ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവളും എന്നെ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ വന്നു കിഡ്സ് പാർട്ടിക്ക് വേണ്ടി. പിന്നീട് അവർ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരും പോയി. നല്ലൊരു ദിവസമായിരുന്നു. എല്ലാം കൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ശരിക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ടയർഡായി, കാരണം ഇന്നലെ രാത്രി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല ലേറ്റായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസമായിട്ട് എനിക്ക് കുറേ ജോലിയുടെയും മറ്റ് തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ആ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് അവർ വന്ന ഗിഫ്റ്റുകളൊക്കെ അന്നേരം തന്നെ അൺബോക്സിങ്. ശരി, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ദിവസത്തിലെ പാർക്കിലൊക്കെ പോകുന്നത്. സാധാരണ നമ്മളെല്ലാവരും കൂടി ഒരു കേക്ക് കട്ടിങ്ങും പാർട്ടിയൊക്കെയാണ്. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അവധി ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് പോകാമെന്ന് കരുതിയതും. പിന്നെ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു കുട്ടികളെ നമ്മൾ ഏതെങ്കിലും ഒരു പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട്. എനിക്കൊന്ന് കഴിഞ്ഞ അവധിയുടെ ടൈമിൽ മോൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ കുറേ നാളായിട്ട് പാർക്കുകളിലൊന്നും അങ്ങനെ പോകുന്നില്ലായിരുന്നു. ഇനി ഇന്നൊരു അവധി കിട്ടിയപ്പം നമ്മളെല്ലാവരും പോകാമെന്ന് കരുതി. ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.